നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഡോക്ടർ, ഋഷിക്കും ഗോപിയൊക്കെ എങ്ങനെയുണ്ട്? എന്തെങ്കിലും മാറ്റം? ഗോപിക്ക് കണ്ണു തുറന്നിട്ടുണ്ട്. ഋഷിയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും പ്രകടമായിട്ടില്ല. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്? ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഋഷിക്ക് ബോധം വന്നിട്ടില്ല എന്ന് പറയുമ്പോ? ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല, നിങ്ങളിപ്പോ എവിടെ എത്തി? ഞങ്ങളിപ്പോ എത്തതേ ഉള്ളൂ. നിങ്ങൾ ഇവിടേക്കാണെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് പോരായിരുന്നല്ലോ. സാരമില്ല, ഏതായാലും ഞങ്ങൾ ഇവിടെ എത്തിയല്ലോ. ഡോക്ടർ, ഋഷിക്ക് ബോധം തെളിഞ്ഞോ? സോറി, ഋഷിയുടെ നില അതുപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. എന്റെ മോന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലേ? ഞങ്ങളാൽ സാധിക്കുന്ന ട്രീറ്റ്മെന്റ് മുഴുവൻ ഞങ്ങൾ ഋഷിക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. ഋഷിയെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതുണ്ടോ? ഏത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ചികിത്സ തന്നെയായിരിക്കും അവിടെ ആ ഡോക്ടേഴ്സും കൊടുക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഞങ്ങളും കൊടുക്കുന്നത്. നമുക്ക് ഋഷിയെ മേഘമലയിലെ സ്വാമിയച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലോ? ഇതിലും സീരിയസ് ആയ അവസ്ഥയിൽ നിന്നും സ്വാമിയച്ഛൻ ധാരാളം പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പലതിനും ഞാൻ സാക്ഷിയായിട്ടുമുണ്ട്. അതിരിക്കട്ടെ, സ്വാമി അച്ഛൻ ആരാണ്? മേഘമലയിലെ ഒരു പാരമ്പര്യ വൈദ്യനാ. പാരമ്പര്യ വൈദ്യമൊക്കെ പരീക്ഷിക്കണോ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസം വെറുതെയുള്ള വിശ്വാസമല്ല. അദ്ദേഹത്തിന്റെ ചികിത്സാ ഗുണം ഞങ്ങൾ മനസ്സിലാക്കിയതാ. ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുണ്ട്. അതായത് ഞങ്ങളുടെ മകൻ. അല്ല, എല്ലാത്തിനും പരിഹാരം കാണാൻ ശേഷിയുള്ള ആളാണല്ലോ ദേവിക. ദേവിക വിചാരിച്ചാൽ എന്തിനും പരിഹാരം കാണാം. എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം എടുക്ക. ആ ജാനകി, നീ ഇങ്ങോട്ട് വന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.